നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:13-15. നമ്മെ വലം കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവം നമ്മുടെ സ്വന്തമാണ്. ഒരു കൊച്ചു കുട്ടി പിച്ച വെച്ച് നടക്കുമ്പോൾ പിതാവ് കൂടെയുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ആത്മധൈര്യം നൽകും. ഒരിക്കൽ ഒരു കപ്പലിൽ അനേകം പേർ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് പ്രകൃതി മാറി, കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. യാത്രക്കാർ ഭയപ്പെട്ടു. എന്നാൽ അതിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ഭയവും ഉണ്ടായില്ല. യാത്രക്കാർ ചോദിച്ചു, നിനക്ക് യാതൊരു ഭയവുമില്ലേ? ആ കുട്ടി അതിന് ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഈ കപ്പലിനെ നിയന്ത്രിക്കുന്നത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് കപ്പലിനെ നിയന്ത്രിക്കുമ്പോൾ എനിക്ക് എന്തിന് ഭയപ്പെടണം? ഒരു കാര്യവുമില്ല. ജീവിതമാകുന്ന പടകിനെ നിയന്ത്രിക്കുന്നത് സർവശക്തനാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും ധൈര്യമായി നമുക്ക് നേരിടുവാൻ കഴിയും. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാവ് 43:2. ദാവീദിന് ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും തനിക്ക് ഒരു ഭയവും ഇല്ല എന്ന് ദാവീദ് പറഞ്ഞു. കാരണം ദൈവം കൂടെയിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം ദാവീദിന് ഉണ്ടായിരുന്നു. ദൈവം നാം ആശ്രയിക്കുന്ന പാറയാണ്, ദുർഗമാണ്. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം മാറിപ്പോകും. പത്രോസ് പറഞ്ഞു, ഒന്നാം പ്രതിപാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന്. ദൈവം നമ്മോട് കൂടി ഉണ്ടാകുമ്പോൾ നമ്മിൽ കൂടി വ്യാപരിക്കുന്ന ദൈവിക ശക്തി ലോകം അറിയും. അബ്രഹാമിന്റെ ഭാര്യ സാറയെ അബീമേലെക്ക് പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്നു അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും. അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി 20:3. അബ്രഹാമിന്റെ കൂടെ ദൈവമുണ്ടെന്ന് അബീമേലെക്കിന് മനസ്സിലായി. അക്കാലത്ത് അബീമേലെക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഉൽപ്പത്തി 21:22. നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ ശത്രുവാകുന്ന സാത്താൻ ശ്രമിക്കുമ്പോൾ കർത്താവ് അവനോട് പറയും, നിന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന്. അബ്രഹാമിന് വേണ്ടി സംസാരിക്കുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുവാൻ, സഹായം അഭ്യർത്ഥിക്കുവാൻ അബീമേലെക്ക് അബ്രഹാമിന്റെ അടുക്കിലേക്ക് വന്നു. യോന ദൈവത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. ദൈവകൽപ്പന ധിക്കരിച്ച യോന കപ്പലിൽ കയറിയപ്പോൾ അതിൻ്റെ അനന്തരഫലം കപ്പലിലുള്ളവർ പോലും അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ദൈവഭക്തിയുള്ള പൗലോസ് യാത്ര ചെയ്ത കപ്പൽ തകർന്ന് തരിപ്പണമാകാതിരുന്നത് ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച ഭക്തനായ പൗലോസ് അതിൽ ഉണ്ടായത് കൊണ്ടാണ്. കപ്പൽ കൊടുങ്കാറ്റിനാൽ അത്യന്തം ഉലഞ്ഞപ്പോഴും ശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച പൗലോസ് പറഞ്ഞു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ
ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27:22 മുതൽ 25 വരെ. ആ കപ്പലിൽ ഉള്ളവരെ എല്ലാം ദൈവം രക്ഷിച്ചു. ജോസഫ് തടവുകാരനായിരുന്നു, അവന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിൽ അധികാരസ്ഥാനത്ത് ദൈവം അവനെ ഇരുത്തി. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു, ഫലമോ ദൈവം അവനെ ഉടലോടെ എടുത്തു കൊണ്ടുപോയി. നാം എന്നും ദൈവത്തോടു കൂടെ നടന്നാൽ ദൈവം നമ്മെയും തൻ്റെ കൂടെ ഇരുത്തും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:16-17 വചനങ്ങൾ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ശക്തീകരിക്കും, സഹായിക്കും, നിന്നെ വലങ്കരം തന്ന് വഴി നടത്തും. അതിനാൽ ദൈവത്തോടു കൂടെ എപ്പോഴും വസിക്കാം. അങ്ങനെയുള്ളവരെ മാറോട് ചേർക്കുവാൻ നമ്മുടെ മണവാളൻ വേഗം വരും. ആ നല്ല നാളേക്കായി ഒരുങ്ങി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.